ബോട്ടണിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഓർ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിലെ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ സ്റ്റെപ്സ് ഒക്കെ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ വളരെ എളുപ്പമാണ്. കൂടാതെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ്. നമ്മൾ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് പഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലൊരു സമ്മറി പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാം. സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാപ്റ്റർ മൊത്തം എന്ന് പറയുന്ന ഒരു ഫ്ലവറിന്റെ കഥയാണ്, മനോഹരമായ ഒരു കഥ. അപ്പൊ ആ ഫ്ലവറിന്റെ കഥ ഒന്ന് കേട്ടതിന് ശേഷം, ഫ്ലവറിന് എന്ത് സംഭവിക്കുന്നുള്ള കഥ കേട്ടതിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോകാം. അപ്പൊ നമുക്കറിയാം, ആൻജിയോസ്പേമിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്ന ആരാണ്? ഫ്ലവർ ആണല്ലേ. ഇപ്പൊ ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ വർഷം നിങ്ങൾ മോർഫോളജി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. ഇപ്പൊ ഞാൻ ആ ഒരു ഫ്ലവറിന്റെ പിക്ചർ ഒരിക്കൽ കൂടി ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, അതിന്റെ സ്ട്രക്ചറൽ പാർട്സ് നമുക്കൊന്ന് നോക്കാം. ഫ്ലവറിന്റെ സ്റ്റോക്കിന്റെ പേരെന്താണ്? പെഡിസെൽ എന്ന് പറയും. പെഡിസെലിന്റെ ആ ടെർമിനൽ പോർഷനിലാണ് ഫ്ലോറൽ വാൾസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ പോർഷൻ നമ്മൾ പറയുന്ന പേര് തലാമസ് എന്ന് പറയും. അതിനുശേഷം ഒരു കംപ്ലീറ്റ് ഫ്ലവറിൽ 4 പോർഷൻസ് ആണ് കാണുന്നത് അല്ലേ. ഏറ്റവും വെളിയിൽ അല്ലെങ്കിൽ ഒന്നാമത് കാണുന്ന യൂണിറ്റിന്റെ പേരാണ് കാലിക്സ്, പച്ച നിറത്തിൽ കാണുന്നു. അതിന്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിന്റെ പേരാണ് സെപ്പൽ. രണ്ടാമത് കാണുന്ന ഭാഗത്തിന്റെ പേരാണ് കൊറോള. അതിന്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് പെറ്റൽ. ഇന്നത്തെ 2 ഓർഗൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. മൂന്നാമത് കാണുന്ന ഓർഗന്റെ പേരാണ് അല്ലെങ്കിൽ വേർഡിന്റെ പേരാണത് that is the male reproductive organ. അതിന്റെ പേരെന്താണ്? ആൻഡ്രീഷ്യം എന്ന് പറയും. അതിന്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്ന പേര് സ്റ്റെയ്മൻ. നാലാമതെയും ഏറ്റവും സെൻട്രൽ ആയിട്ടും കാണുന്ന ഈ ടോട്ടൽ സ്ട്രക്ചറിന്റെ പേരാണത് that is the female reproductive organ ഗൈനീഷ്യം അല്ലെ. അതിന്റെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് കാർപ്പൽ എന്ന് പറയും. ഇതാണ് ഫ്ലവറിന്റെ സ്ട്രക്ചർ. ഫ്ലവറിന്റെ കഥ നമുക്ക് നോക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ മുമ്പിലത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ ജീവികളുടെയും സെക്ഷുവൽ റീപ്രൊഡക്ഷന് 3 സ്റ്റെപ്പുകളാണ്. 1, 2, 3. സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗമീറ്റിക് ഫ്യൂഷൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് സെക്കൻഡ് ഇവന്റ് ആണ്. അതിന് പറയുന്ന പേര് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയും. അതിനു മുമ്പ് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറയും. ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ മുഴുവൻ എന്ന് പറയും പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്നും പറയും. ഓക്കെ, ഇനി ഈ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിനെ നമ്മൾ 2 ആയിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഗമീറ്റോജെനസിസ് എന്നും ഗമീറ്റിക് ട്രാൻസ്ഫർ എന്നും. ഗമീറ്റിന്റെ ഫോർമേഷൻ ആണ് ഗമീറ്റോജെനസിസ്. മെയിൽ ഗമീറ്റിനെ ഫീമെയിൽ ഗമീറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഗമീറ്റിക് ട്രാൻസ്ഫർ. ഗമീറ്റോജെനസിസ് അല്ലെങ്കിൽ ഗമീറ്റ് ഫോർമേഷൻ 2 തരം വേണമെന്ന് നമുക്കറിയാം. ഒന്നേതാണ്? മെയിൽ ഗമീറ്റിന്റെ ഫോർമേഷനും 2 ഫീമെയിൽ ഗമീറ്റിന്റെ ഫോർമേഷനും. ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളോട് പഠിച്ചാൽ ഇതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ഫ്ലവറിൽ നടക്കുന്ന ഈ കാര്യമാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ, മെയിൻ സ്റ്റെപ്പിന്റെ പേരെന്താണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. അതിനകത്ത് ആദ്യം കാണേണ്ട കാര്യമാണ് ഗമീറ്റോജെനസിസ്.
അതിന്റെ സബ്സ്റ്റേജസ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നതാണ് മെയിൽ ഗമീറ്റോജെനിസിസ്. ആദ്യം കാണാം മെയിൽ ഗമീറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. മെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മള് ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിച്ച് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ പേരെന്താണ്? ആൻഡ്രീഷ്യം. അതിന്റെ ഒരു യൂണിറ്റിന്റെ പേര് സ്റ്റേമൻ. ഇതാണ് ഒരു സ്റ്റേമൻ അല്ലെ. എല്ലാ സ്റ്റേമനും 2 ഭാഗങ്ങളുണ്ട്. ഈ നാരോ സ്റ്റോക്കിന്റെ പേരാണത് ഫിലമെന്റ് എന്ന് പറയും. ഈ മുകളിൽ കാണുന്ന ഈ ഫെർട്ടൈൽ റീജിയന്റെ പേരാണത് ആന്തർ എന്നും പറയും. ആന്തർ അല്ലെങ്കിൽ മൈക്രോസ്പോറാഞ്ചിയം എന്ന് പറയും. നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി നടത്തുമ്പോൾ ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുത്ത് ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുണ്ട്. ആന്തറിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് കിട്ടുക. 2 ലോബുകളുണ്ട്. ഓരോ ലോബിലും 2 തീക്ക അല്ലെങ്കിൽ 2 ക്യാവിറ്റി വീതമുണ്ട്. 2 ക്യാവിറ്റി വീതമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാവിറ്റിയിൽ കാണുന്ന ധാരാളം സ്പെഷ്യലൈസ്ഡ് സെല്ലുകളുണ്ട്. ഇതിന്റെ സ്ട്രക്ചറൊക്കെ പഠിക്കും. ഈ ആന്തറിന്റെ വോളും കാര്യങ്ങളൊക്കെ പിന്നെ പഠിക്കും. ഓക്കെ, ഈ കാണുന്ന സ്പെഷ്യൽ ടിഷ്യൂവിന് പറയുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയും. സ്പോറോജീനസ് ടിഷ്യൂ, സ്പോർ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ ആയിട്ടാണ് അതിനെ സ്പോറോജീനസ് ടിഷ്യൂ. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം, ആൻജിയോസ്പേം പ്ലാന്റിന്റെ എല്ലാം പ്ലോയിഡി എത്രയാണ്? 2N അല്ലെങ്കിൽ ഡിപ്ലോയിഡ് അല്ലേ? പ്ലാന്റ് മൊത്തത്തിൽ ഡിപ്ലോയിഡ് ആണ്. അപ്പൊ ഫ്ലവറിന്റെ എല്ലാ സെൽസും ഡിപ്ലോയിഡ് ആണ്. അപ്പൊ സ്പോറോജീനസ് ടിഷ്യൂ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലിനെയും നമ്മൾ പറയുന്ന പേര് MMC, മൈക്രോസ്പോർ മദർ സെൽ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ PMC എന്നും പറയും. പോളൻ മദർ സെൽ എന്നും പറയും. ഇതിനകത്ത് ഓരോ സെല്ലിനും പറയുന്ന പേരാണ് MMC അല്ലെങ്കിൽ PMC. അവര് ഈ ഓരോ MMCയിലും മിയോസിസ് നടന്ന് ഓരോ MMCയിൽ നിന്നും 4 മൈക്രോസ്പോർ വെച്ചുണ്ടാവും. ഇവിടെ നടക്കുന്ന ഡിവിഷൻ ഏതാന്ന് പറഞ്ഞ മിയോസിസ് അല്ലേ? മിയോസിസ് നടന്ന് ഉണ്ടാകുന്ന മൈക്രോസ്പോറുകളൊക്കെ എങ്ങനെയായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് MMCയിൽ നിന്ന് മിയോസിസ് നിന്ന് ഹാപ്ലോയിഡ് മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് മൈക്രോസ്പോറോ ജെനസിസ് എന്ന് പറയും. മൈക്രോസ്പോറോ ജെനസിസ് എന്ന് പറയും ഈ പ്രോസസ്സിന്റെ പേരാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഉണ്ടായ ഒരു മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 വോളുകളുണ്ട്. ഔട്ടർ വോളിന്റെ പേര് എക്സൈൻ എന്നും ഇന്നർ വോളിന്റെ പേര് ഇൻസൈൻ എന്നുമാണ്. അതിനുള്ളിൽ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസും സൈറ്റോപ്ലാസമാണ്. ഇതാണ് ഒരു മൈക്രോസ്പോർ. അങ്ങനെ ഉണ്ടായ മൈക്രോസ്പോർ വീണ്ടും അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് ഒരു പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും. പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചർ ഏകദേശം മൈക്രോസ്പോറിന്റെ പോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് 2 സെല്ല് സ്ട്രക്ചർ ആയിട്ട് മാറും. 2 സെല്ലുകളായിട്ട് മാറും. അതിലെ വലിയ സെല്ലിന്റെ പേരാണ് വെജിറ്റേറ്റീവ് സെല്ലെന്നും ചെറിയ സെല്ലിന്റെ പേരാണ് ജനറേറ്റീവ് സെല്ലെന്നും പറയും. ഈ പോളൻ ഗ്രെയിൻ മിക്കവാറും 2 സെല്ലായിരിക്കും. ചിലപ്പോൾ അത് അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ജനറേറ്റീവ് സെല്ല് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗമീറ്റ് ആയിട്ട് മാറിയിട്ട് കാണും. അപ്പോൾ ഈ സ്ട്രക്ചർ ആരാണ്? പോളൻ ഗ്രെയിൻ അല്ലേ? പോളൻ ഗ്രെയിന്റെ സ്ട്രക്ചറാണ്. പോളൻ ഗ്രെയിൻ അത് 2 മെയിൽ ഗമീറ്റ് ഉണ്ടാകുക. അതിനെയാണ് എന്താ പറയുക? മെയിൽ ഗാമീറ്റോജെനസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റേമന്റെ ആന്തറിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ കണ്ടല്ലേ? അതിന്റെ ഓരോ യൂണിറ്റിലുള്ള സ്പെഷ്യൽ ടിഷ്യൂവിന്റെ പേര് സ്പോറോജീനസ് ടിഷ്യൂ, ഡിപ്ലോയിഡ് സെൽസാ. അതിൽ ഓരോ സെല്ലിനും പറയുന്ന പേര് മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ എന്ന് പറയും. അത് ഓരോന്നും മിയോസിസ് നടന്നു കഴിയുമ്പോൾ 4 മൈക്രോസ്പോർ ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് മൈക്രോസ്പോറോ ജെനസിസ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു മൈക്രോസ്പോറിനെ നമ്മൾ കണ്ടു. ഈ ആന്തറിനുള്ളിൽ തന്നെ ഇരുന്ന ഈ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് ആരായിട്ട് മാറും? പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റ് ആയിട്ട് മാറും.
അപ്പം ഗാമീറ്റിനെ വഹിക്കുന്ന സ്ട്രക്ചർ ആയതുകൊണ്ടാണ് പോളൻ ഗ്രെയിനെ മെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻ എങ്ങനെയായിരിക്കും? മിക്കവാറും 2 സെൽ സ്റ്റേജ് ആയിരിക്കും. ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും. ഒരു സ്റ്റേജ് കൂടെ മുന്നോട്ട് പോയെങ്കിൽ അത് 3 സെൽ സ്റ്റേജ് ആവും. ഒരു വെജിറ്റേറ്റീവ് സെല്ലും 2 മെയിൽ ഗമീറ്റ്സും ഉള്ള സ്ട്രക്ചർ ആയിട്ട് മാറും. അങ്ങനെ ഒരു പോളൻ ഗ്രെയിനകത്ത് 2 മെയിൽ ഗമീറ്റുകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? മെയിൽ ഗമീറ്റോ ജെനസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്താണ്? മെയിൽ ഗമീറ്റ് മാത്രം പോലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് വേണം. അപ്പൊ അടുത്ത എന്തിലേക്ക് നമുക്ക് പോകണം? ഫീമെയിൽ ഗമീറ്റോ ജെനസിസ് എന്താണെന്ന് കാണാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ ഗൈനീഷ്യം. ഗൈനീഷ്യത്തിന്റെ ഒരു യൂണിറ്റിന്റെ പേരാണ് കാർപ്പൽ. അപ്പൊ കാർപ്പൽ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ 3 ഭാഗങ്ങളുണ്ട് അല്ലെ? ഏറ്റവും മുകളിൽ കാണുന്ന ഈ പോർഷന്റെ പേരാണ് സ്റ്റിഗ്മ. ഈ കാണുന്ന ട്യൂബിന്റെ പേരാണ് സ്റ്റൈൽ. ഈ കാണുന്ന സെല്ല് ചെയ്തിരിക്കുന്ന വലിയ ഈ സ്ട്രക്ചറിന്റെ പേരാണ് ഓവറി. 3 ഭാഗങ്ങളാണ് അതിനുള്ളത്. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുന്നത്? ഫീമെയിൽ ഗമീറ്റോ ജെനസിസ് കാണുക. അപ്പോൾ ഓവറിക്കുള്ളിലാണ് ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ഇരിക്കുക. ഓവറിക്കുള്ളിലാണ് ഒവ്യൂൾ അല്ലെങ്കിൽ ഞാനൊരു ഒവ്യൂളിന്റെ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാം. ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം ഇവിടെ ഇരിക്കും. അപ്പോൾ ഒവ്യൂളിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നടുക്കൊരു ടിഷ്യൂ ഉണ്ട്. അതിനെ പൊതിഞ്ഞുകൊണ്ട് 2 പ്രൊട്ടക്റ്റീവ് ലെയേഴ്സ് ഉണ്ട്. ഓവറിക്കുള്ളിൽ കാണുന്ന ഈ ഒവ്യൂൾ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അതായത് നമ്മുടെ ആന്തറിന് ഈക്വൽ. ആന്തറിനെ നമ്മൾ വിളിച്ച പേര് മൈക്രോസ്പൊറാഞ്ചിയം എന്നല്ലേ? മൈക്രോസ്പോർ ഉണ്ടാകുന്ന സ്ട്രക്ചർ ആണെങ്കിൽ ഒവ്യൂളിനെ വിളിക്കുന്ന പേരാണ് മെഗാസ്പൊറാഞ്ചിയം. അപ്പം ഒവ്യൂളിന്റെ സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഒവ്യൂളിനുള്ളിലാണ് മെഗാസ്പോർ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഒവ്യൂളുകളുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസെന്റ എന്ന് പറയാം അല്ലെ? അപ്പോൾ ആ പ്ലാസെന്റയിലാണ് ഒവ്യൂൾ ഇരിക്കുക. ഒരു ഇമ്മച്വർ ഒവ്യൂളിന്റെ നടുക്ക് കാണുന്ന ഒരു സ്പെഷ്യൽ ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂന്റെ പേരാണ് ന്യൂസെല്ലസ് എന്ന് പറയും. ഈ നടുക്ക് കാണുന്ന ടിഷ്യൂ സെല്ലുലാർ ടിഷ്യൂ ആണ്. അതിന്റെ പേരെന്താണ്? ന്യൂസെല്ലസ് എന്ന് പറയും. ഇനി ഈ ന്യൂസെല്ലസിലെ ഒരു സെല്ല് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ആരായിട്ട് മാറും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. അതായത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂസെല്ലസിലെ അല്ലെ ആദ്യത്തെ ടിഷ്യൂ ആരാണ്? ഈ നടുക്ക് കാണുന്ന ആരാന്ന് പറഞ്ഞിരിക്കുന്നത്? പാർട്ടൊക്കെ ഞാൻ വായിച്ചേക്കാം. ഇത് കൺഫ്യൂഷൻ വേണ്ടിട്ട് ഉന്നയിക്കണ്ട. ഈ നടുക്ക് കാണുന്ന ടിഷ്യൂ ആരാണ്? ന്യൂസെല്ലസ്. ന്യൂസെല്ലസിലെ ഒരു സിംഗിൾ സെല്ല്. ഇവിടെ ധാരാളം എല്ലാ സെല്ലുകളെയും നമ്മൾ MMC എന്ന് വിളിച്ചു. എല്ലാവരും MMC ആയിട്ട് ആക്ട് ചെയ്യാണ്. പക്ഷെ ഇവിടെ ഒറ്റ സെല്ല് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് ആരായിട്ട് മാറും? MMC ആയിട്ട് മാറും. ഈ MMCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മെഗാസ്പോർ മദർ സെൽ എന്നാണ്. മെഗാസ്പോർ മദർ സെൽ എന്നുള്ളതാണ്. അപ്പൊ അതും ഡിപ്ലോയിഡ് സെൽ തന്നെയാണ്. ന്യൂസെല്ലസും ഡിപ്ലോയിഡ് ആണ്. മെഗാസ്പോർ മദർ സെല്ലും ഡിപ്ലോയിഡ് ആണ്. ഇനി ആ MMC ഇവിടെ ഇരുന്ന് മിയോസിസ് വഴിയായിട്ട് 4 മെഗാസ്പോറുകൾ ഉണ്ടാവും. ഈ MMC ഡിവൈഡ് ചെയ്തിട്ട് മിയോസിസ് വഴി അതിൽ നിന്ന് ആരുണ്ടാവും? 4 മെഗാസ്പോർസ് ഉണ്ടാവും. മിയോസിസ് ആണ് നടക്കുന്നത് അല്ലെ? മിയോസിസ് വഴിയായിട്ടാണ് അത് നടക്കുക. അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? മെഗാസ്പോറോജെനസിസ് എന്ന് പറയും. മെഗാസ്പോറോജെനസിസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഇരുന്ന മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് വഴി ഡിവൈഡ് ചെയ്ത് 4 മെഗാ സ്പോറുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിന്റെ പേരാണ് മെഗാസ്പോറോജെനസിസ് എന്ന് പറയും. അപ്പൊ ഇവരാരാണ്? ഇപ്പം 4 മെഗാസ്പോർസ് ഉണ്ടായില്ലേ? ഇനി അങ്ങനെ ഉണ്ടായ ഈ 4 മെഗാസ്പോറുകളിൽ 3 ഡീജനറേറ്റ് ചെയ്തു. നോർമലി 3 ഡീജനറേറ്റ് ചെയ്തു. ഒരെണ്ണം മാത്രം അവിടെ അവശേഷിക്കും. അങ്ങനെ ഉണ്ടായ മെഗാസ്പോറിൽ ഒരെണ്ണം മാത്രം അവിടെ അവശേഷിക്കും. അതിനെ നമ്മൾ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്നത്. ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്നത് ഒരെണ്ണം ഇവിടെ അവശേഷിക്കും. അതിന്റെ പേരാണ് ഫങ്ഷണൽ മെഗാസ്പോർ.
ഇനി ഈ ഫങ്ഷണൽ മെഗാസ്പോർ അടുത്തതായിട്ട് ഇതിനകത്ത് ആരാ ഉണ്ടാകേണ്ടത്? ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകണ്ടേ? ഫങ്ഷണൽ മെഗാസ്പോർ അവിടെ നിന്ന് പതുക്കെ വളർന്ന് വലിയൊരു ക്യാവിറ്റി ആയിട്ട് മാറും. ഇതിനകത്ത് ബാക്കിയുള്ള ടിഷ്യൂ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന ന്യൂസെല്ലസ് തന്നെയല്ലേ? ന്യൂസെല്ലസിലെ സെല്ലുകളെയൊക്കെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഇത് വളർന്ന് വലിയൊരു ക്യാവിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആര്? ഈ ഫങ്ഷണൽ മെഗാസ്പോർ വളർന്ന് വലിയൊരു ക്യാവിറ്റി ആയിട്ടുള്ള മാറുക ചെയ്യും. അപ്പൊ ഫങ്ഷണൽ മെഗാസ്പോറിനകത്ത് അതിന്റെ ന്യൂക്ലിയസ് നിൽക്കുന്നുണ്ടല്ലേ? ഫങ്ഷണൽ മെഗാസ്പോർ വളർന്ന് വലിയൊരു ക്യാവിറ്റി ആയിട്ട് മാറുക ചെയ്യും. ഇനി ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ ന്യൂക്ലിയസ് 3 തവണ മൈറ്റോട്ടിക് ഡിവിഷൻ ആകും. എന്ന് പറയുമ്പോൾ 1 2 ആവും, 2 4 ആവും, 4 8 ആവും. 8 ന്യൂക്ലിയസുകളായിട്ട് മാറുക ചെയ്യും. 4 ന്യൂക്ലിയസ് ഇവിടെയും 4 ന്യൂക്ലിയസ് ഇവിടെയുമായിട്ട് ഫോം ചെയ്യും. 8 ന്യൂക്ലിയസുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 3 തവണ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഉണ്ടായാൽ 2 പോളിലും 4 ന്യൂക്ലിയസുകൾ വരും. അപ്പൊ അവര് മിയോസിസ് വഴി ഉണ്ടായതുകൊണ്ട് അവരെല്ലാം ഹാപ്ലോയിഡ് അല്ലേ? ഇവിടെ മെഗാസ്പോർ ഹാപ്ലോയിഡ് ആണ്, ഫങ്ഷണൽ മെഗാസ്പോറും ഹാപ്ലോയിഡ് ആണ്. അതിനകത്തെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്താണ് 8 ആ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 8 ന്യൂക്ലിയസ് ഉണ്ടാവും. 2 പോളിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് സെന്ററിലേക്ക് വരും. അപ്പൊ ഇവിടെ 3 എണ്ണം വീതമാവും. ഇവിടെയും 3 ആവും, ഇവിടെയും 3 ആവും. ഇവിടെ നിൽക്കുന്ന 3 ന്യൂക്ലിയസുകൾ, മുകളിലത്തെ 3 ന്യൂക്ലിയസുകൾക്ക് ചുറ്റും സെൽ വോൾ വന്നത് സെൽസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ താഴത്തെ 3 ന്യൂക്ലിയസുകൾക്ക് ചുറ്റും സെൽ വോൾ വന്നിട്ട് അവരും സെൽസ് ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ഫങ്ഷണൽ മെഗാസ്പോർ വളർന്ന് വലിയൊരു ക്യാവിറ്റി ആയിട്ട് മാറി. ആ ക്യാവിറ്റിയുടെ പ്രത്യേകത നോക്കിയത് 3 3 6 1 7 സെല്ലും ഉണ്ട്. ഇവിടെ 2 ന്യൂക്ലിയസ് ഉണ്ട്, 8 ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ ഈ ഒബ്യൂളിന്റെ നടുക്ക് കാണുന്ന 7 സെല്ലും 8 ന്യൂക്ലിയസും ഉള്ള ഈ ക്യാവിറ്റിയുടെ പേരാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫങ്ഷണൽ മെഗാസ്പോർ ആരായിട്ട് മാറുന്നു? എംബ്രിയോ സാക്ക് ആയിട്ട് മാറുന്നു. എംബ്രിയോ സാക്കിനുള്ളില് ഈ താഴത്തെ ഒബ്യൂളിന്റെ ഓപ്പണിങ്ങിന്റെ പേര് മൈക്രോപൈൽ എന്നാണ്. ഒബ്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ അത് കാണും. മൈക്രോപൈലാറേറ്റിൽ കാണുന്ന 3 സെല്ലിന്റെ നടുക്കിരിക്കുന്ന സെല്ലിന്റെ പേരാണ് എഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എംബ്രിയോ സാക്കിനകത്ത് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്, ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഗമീറ്റ് ഉണ്ടാകുക. ഇനി എഗിന്റെ 2 സൈഡിലിരിക്കുന്ന സെല്ലുകൾക്ക് നമ്മളൊരു പേര് പറയും, സൈനർജിഡ്സ് എന്ന് പറയുന്നത്. അവർക്കൊരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ നമ്മള് ഫീമെയിൽ ഗമീറ്റോജെനിസിസും കണ്ടു. ഫീമെയിൽ ഗമീറ്റോജെനിസിസ് എന്താണ് സംഭവിച്ചെന്ന് കണ്ടല്ലേ? ഓവറിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒബ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിന്റെ നടുക്ക് ഒരു ടിഷ്യൂ ഉണ്ടായിരുന്നു. ആ ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസെല്ലസ്. ന്യൂസെല്ലസിലെ ഒരു സെല്ല് ആരായിട്ട് മാറുന്നു? MMC ആയിട്ട് മാറുന്നു. ആ MMCയിൽ മാത്രം മിയോസിസ് നടന്ന് 4 മെഗാസ്പോറുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ ഫോർമേഷൻ പറയുന്ന പേരാണ് മെഗാസ്പോറോജെനസിസ്. അങ്ങനെ ഉണ്ടാകുന്ന 4 മെഗാസ്പോറിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോയിട്ട് ഒരെണ്ണം മാത്രം അവിടെ നിൽക്കുന്നു. അതിനെ എന്ത് വിളിക്കുന്നു? ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിളിക്കുന്നു. ആ ഫങ്ഷണൽ മെഗാസ്പോർ വളർന്ന് വലിയൊരു ക്യാവിറ്റി ആയിട്ട് മാറുന്നു. അതോടൊപ്പം അതിനകത്തെ ന്യൂക്ലിയസ് 3 തവണ ഡിവൈഡ് ചെയ്ത് 8 ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. 8ൽ 2 എണ്ണം നടുക്ക് നിൽക്കുന്നു. 3 3 6 എണ്ണം ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്നു. ആ 6ന്റെ ചുറ്റും സെൽ വോൾ വന്നിട്ട് സെല്ലുകളായിട്ട് മാറുന്നു. അതിൽ മൈക്രോപൈലാർ എൻഡിൽ നിൽക്കുന്ന 3 സെല്ലുകളുടെ നടുക്കത്തെ സെല്ലിനെയാണ് എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് കഴിഞ്ഞു? ഫീമെയിൽ ഗമീറ്റോജെനിസിസ് ഇവിടെ കഴിഞ്ഞു. ഇനി ഫീമെയിൽ ഗമീറ്റോജെനിസിസ് കഴിഞ്ഞു, മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഉണ്ടായി കഴിഞ്ഞു. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ എന്ത് നടക്കണം? മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റിന്റെ അടുത്ത് എത്തണ്ടേ? അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുക? ആ ട്രാൻസ്പോർട്ടിനാണ് എന്ത് പറയുക? ഗമീറ്റിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഗമീറ്റിക് ട്രാൻസ്ഫറിന്റെ ആവശ്യം എന്താണെന്ന് നമുക്കറിയാം അല്ലെ? മെയിൽ ഗമീറ്റ്സ് നമുക്കറിയാം, പോളൻ ഗ്രെയിൻ ആൻഡറിനുള്ളിലായിരിക്കുന്നത്, അതിനുള്ളിലാണ് മെയിൽ ഗമീറ്റ്സ് ഇരിക്കുന്നത്. ഓവറിക്കുള്ളിലാണ്, ഒബ്യൂളിനുള്ളിലാണ് ഫീമെയിൽ ഗമീറ്റ്സ് ഇരിക്കുക. അപ്പോൾ എന്താ നടക്കുക? ആൻഡറിനുള്ളിൽ നിന്ന് അത് മച്ചുർ ആയി കഴിയുമ്പോൾ അത് ഡിഹൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ആര് പുറത്തേക്ക് വരും? പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് വരും. അങ്ങനത്തെ പോളൻ ഗ്രെയിൻ ഇവിടെ നിന്നും വന്ന് സ്റ്റിഗ്മയിൽ വീഴുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോളിനേഷൻ എന്ന് പറയുന്നത്.
അതിനെയാണ് ഗമീറ്റിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്ന് സ്റ്റിഗ്മയിൽ വീഴുന്നതിനാണ് ഗമീറ്റിക് ട്രാൻസ്ഫർ. ഇവിടെ നമ്മൾ അതിന് എന്താണ് പറയുക? പോളിനേഷൻ എന്ന് പറയും. പോളിനേഷൻ. ഓക്കെ, ഇപ്പം പോളിനേഷൻ നടന്ന് നമുക്കറിയാം ഇങ്ങനെ വന്നിരിക്കുന്ന പോളൻ ഗ്രെയിനകത്ത് ആരുണ്ട്? 2 മെയിൽ ഗമീറ്റുകളുണ്ട്, വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഒരു ന്യൂക്ലിയസും ഉണ്ട്. ഇതാണ് ഒരു പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി അപ്പൊ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് കഴിഞ്ഞു, ഗമീറ്റോജെനിസിസ് രണ്ടും കഴിഞ്ഞു, ഗമീറ്റിക് ട്രാൻസ്ഫർ കഴിഞ്ഞു, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഇവിടെ ഒന്ന് വീണു. ഇനി എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് നടക്കണമെങ്കിൽ ഇപ്പോഴും നമുക്കറിയാം പോളൻ ഗ്രെയിൻസിനുള്ളിൽ ഇരിക്കുന്ന വളരെ മെയിൽ ഗമീറ്റ്സ്, ഫീമെയിൽ ഗമീറ്റ് ഇവിടെ ഇരിക്കുകയാണല്ലേ ചെയ്യുക. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അങ്ങനെ വീഴുന്ന പോളൻ ഗ്രെയിൻസ് അവിടെ ഇരുന്നിട്ട് ജെർമിനേറ്റ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിന് 2 വോളുണ്ട്. പുറത്തെ വോളിന് എക്സൈൻ എന്നും അകത്തെ വോളിന് ഇൻറ്റൈൻ എന്നും നമ്മൾ പറയും അല്ലേ. ആ ഇൻറ്റൈൻ ഒരു ട്യൂബായിട്ട് ഇങ്ങനെ വളരുക. സ്റ്റിഗ്മയിലൂടെ വന്ന് സ്റ്റൈലിലൂടെ വന്ന് ഓവയുടെ ഭിത്തിക്കുള്ളിലൂടെ വന്നിട്ട് ഒവിളിന്റെ മൈക്രോപൈലിനുള്ളിലൂടെ വന്നിട്ട് ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരിക. അപ്പൊ ഇങ്ങനെ വളർന്ന് വരുന്ന ഈ പോളൻ ട്യൂബിനകത്ത്, പോളൻ ഗ്രെയിനകത്ത് മുഴുവൻ കണ്ടന്റ് പോരുക ചെയ്യുന്നു. അതിനകത്ത് വലിയ സെല്ല് വെജിറ്റേറ്റീവ് സെല്ലല്ലേ. അപ്പൊ ഏറ്റവും മുന്നിൽ വരുന്ന വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്. അതിന്റെ തൊട്ട് പിന്നിലായിട്ട് 2 മെയിൽ ഗമീറ്റ്സും വരും. 2 മെയിൽ ഗമീറ്റ്സും വരും. അപ്പൊ ഈ കണ്ടന്റ് മുഴുവൻ ഈ പോളൻ ട്യൂബിന് വളരാനുള്ള നറിഷ്മെന്റ് ഒക്കെ കിട്ടുന്നത് ഈ സ്റ്റൈലിന്റെ ടിഷ്യൂവിൽ നിന്നാണ്. അത് ഉപയോഗിച്ച് വളർന്ന് ഇവിടെ വന്ന് കയറുകയാണ് ചെയ്യുന്നത്. ഈ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എംബ്രിയോസാക്കിനകത്ത് എഗിന്റെ സൈഡിലിരിക്കുന്ന ഈ സൈനർജിൻ എന്ന് പറയുന്ന സെല്ലിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേന് ഈ വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്തു പോകും. വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ് ഡീജനറേറ്റ് ചെയ്തു പോകും. അതിന്റെ ഫംഗ്ഷൻ അവിടെ നിന്ന് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ആരാണ്? 2 മെയിൽ ഗമീറ്റുകൾ സൈനർജിനകത്ത് റിലീസ് ചെയ്തു. ഇനിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോവുക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അല്പഭാഗം ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഫെർട്ടിലൈസേഷൻ നടക്കാൻ പോകും അല്ലെ. ഗമീറ്റിക് ട്രാൻസ്ഫർ പൂർണ്ണമായി എടുക്കുന്നതാണ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആൻജിയോസ്പേമിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരേ സമയം 2 ഫെർട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം ഒരു ഫീമെയിൽ ഗമീറ്റും 2 മെയിൽ ഗമീറ്റും ഇവിടെ വരുന്നത് കൊണ്ടാണ്. അതിനൊരു പ്രത്യേക റീസൺ ഉണ്ട്, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഏതായാലും അങ്ങനെ എത്തിയിരിക്കുന്ന നമുക്ക് നോക്കാം ഫ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഇതല്ലേ എഗ്ഗാണ് ഇവിടുത്തെ ഫീമെയിൽ ഗമീറ്റ്. എഗ് എന്ന് പറയുന്ന ഫീമെയിൽ ഗമീറ്റ് അവിടെ ഇരിക്കുന്നു. ഹാപ്ലോയിഡാന്ന് നമുക്കറിയാം. സൈനർജിനകത്ത് എത്തിയ 2 മെയിൽ ഗമീറ്റ്സിൽ ഒരെണ്ണം അതിന് വെളിയിൽ കടന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പൊ എഗ് പ്ലസ് ഫസ്റ്റ് മെയിൽ ഗമീറ്റ്, അതും ഹാപ്ലോയിഡാണ്. അപ്പൊ എഗ്ഗും മെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സെല്ല് കിട്ടും. അതിന്റെ പേരാണിത് സൈഗോട്ട് എന്ന് പറയും. ആ n+n എത്രയായിരിക്കും? 2n ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. ഈ ഫ്യൂഷന്റെ പേരാണ് സിൻഗമി. SYNGAMY എന്ന് പറയും. ഈ ഫ്യൂഷന്റെ പേരാണ് സിൻഗമി. അപ്പൊ ഒരു മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായതിന് സിൻഗമി എന്ന് പറയും. ഇനി രണ്ടാമതൊരു മെയിൽ ഗമീറ്റിനെയും കൊണ്ട് ഇവിടെ സൈനർജിനകത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിന്നും പതുക്കെ എങ്ങോട്ടേക്ക് വരും? ഈ സെൻട്രൽ സെല്ലിലേക്ക് വരും. എംബ്രിയോസാക്കിന്റെ സെൻട്രൽ സെല്ലിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് അത് ഈ നടുക്കത്തെ 2 ന്യൂക്ലിയസുകളുടെ പേര് പോളാർ ന്യൂക്ലിയസുകൾ എന്നാണ്. 2 പോളിൽ നിന്ന് എത്തിയതായതുകൊണ്ടാണ് അവരെ പോളാർ ന്യൂക്ലിയസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, അവിടെ ഇതാരാണ്? പോളാർ ന്യൂക്ലിയസുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? n+n. 2n ന്യൂക്ലിയസ് ഉണ്ട്. അവരെ 2 പേരുടെയും കൂടെ ആര് ചെല്ലും? അടുത്ത മെയിൽ ഗമീറ്റ്. അപ്പൊ നമുക്ക് അതിനെ എന്ത് എഴുതാം? സെക്കൻഡ് മെയിൽ ഗമീറ്റ്. അപ്പോൾ
പോളാർ ന്യൂക്ലിയസുകളും സെക്കൻഡ് മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് എന്ന് നമുക്കറിയാം. അവര് 3 പേരും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ പുതിയൊരു ന്യൂക്ലിയസ് ഉണ്ടാകും. അതിന്റെ പേരാണ് പെൻ എന്ന് പറയും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയും. അപ്പൊ 3N ചേരുമ്പോൾ എത്രയാണ്? 3N അല്ലെങ്കിൽ ട്രിപ്ലോയിഡ് ആണ്. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. 3 ന്യൂക്ലിയസുകൾ പങ്കെടുക്കുന്നതിനെ കൊണ്ട് ഈ ഫ്യൂഷന് നമ്മൾ ഒരു പേര് പറയും, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഇങ്ങനെ ആൻജിയോസ്പേമിൽ ഒരേ സമയം 2 ഫെർട്ടിലൈസേഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുന്നത്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്? സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നത്. സിംഗമി എന്താണെന്ന് നമ്മൾ കണ്ടു, ട്രിപ്പിൾ ഫ്യൂഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. പിന്നീട് നമുക്ക് വീണ്ടും അത് കാണാം. ഓക്കെ, അങ്ങനെ ഫെർട്ടിലൈസേഷൻ ഇപ്പൊ കഴിഞ്ഞു. ഫെർട്ടിലൈസേഷന്റെ പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫെർട്ടിലൈസേഷനെ നമ്മൾ എന്ത് വിളിക്കാം? ആൻജിയോസ്പേമിന്റെ ഫെർട്ടിലൈസേഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഈ ക്യാവിറ്റിക്കുള്ളില് അല്ലെങ്കിൽ എംബ്രിയോസാക്കിനുള്ളില് ഇപ്പോൾ 2 പേരുണ്ടായിരിക്കണം. ഇത് എംബ്രിയോസാക്കാണെന്ന് വിചാരിക്കുക. ഞാൻ അകത്തെ ചില സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞപ്പോൾ നടുക്ക് ട്രിപ്പിൾ ഫ്യൂഷൻ വഴി പുതിയൊരു ന്യൂക്ലിയസ് ഉണ്ടായി. അതിന്റെ പേരാണ് പെൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇരുന്ന എഗ് ആരായിട്ട് മാറി? സൈഗോട്ടായിട്ട് മാറി. എഗ് സൈഗോട്ടായിട്ട് മാറി. അപ്പോൾ അതിന് ഇരുവശത്ത് ഇരുന്ന് സൈനാർജിഡുകൾ ഡീജനറേറ്റ് ചെയ്തു. അതിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഓപ്പോസിറ്റ് പോളിൽ ഉണ്ടായിരുന്ന 3 ആന്റിപോളർ സെൽസും ഡീജനറേറ്റ് ചെയ്തു. അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ അവശേഷിക്കുന്ന ആരാണ്? 2 ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടായ ഒന്ന് സൈഗോട്ടും ഒന്ന് പെൻ എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസുമാണ്. അപ്പൊ അവിടെ കൊണ്ട് ഫെർട്ടിലൈസേഷനും കഴിഞ്ഞു. ഇനി എന്താണ് നടക്കാൻ പോവുക? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് ആണ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ ആൻജിയോസ്പേമില് ഫെർട്ടിലൈസേഷന് ശേഷം നടക്കുന്നത് 4 കാര്യങ്ങളാണ്. 1, 2, 3, 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ, ഈ ഒവ്യൂളിനുള്ളിൽ അല്ലെങ്കിൽ ഓവറിക്കുള്ളിൽ നടക്കാൻ പോകുന്ന ചേഞ്ചസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്നാമത് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആരാണ്? ഈ ട്രിപ്പിൾ ഫ്യൂഷൻ വഴി ഉണ്ടായ പെൻ അല്ലേ? ഈ പെൻ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഉണ്ടല്ലോ, പെൻ അവിടെ ഇരുന്ന് ഡിവൈഡ് ചെയ്ത് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്ത് എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ആയിട്ട് മാറുക ചെയ്ത്. പെന്നിന്റെ പ്ലോയിഡ് നമുക്കറിയാം. പെന്ന് 3N ആണ്, കാരണം ട്രിപ്ലോയിഡ് ആണ് അല്ലെ. അതിൽ നിന്നുണ്ടാകുന്ന എൻഡോസ്പേം ഒക്കെ എന്തായിരിക്കും? 3N ആയിരിക്കും. അപ്പൊ ഇത് ഡിവൈഡ് ചെയ്ത് ഇവിടെ മുഴുവൻ ഒരു ടിഷ്യൂ ആയിട്ട് മാറുക ചെയ്തു. അതിനെയാണ് എന്ത് പറയുക? എൻഡോസ്പേം എന്ന് നമ്മൾ പറയുക. എൻഡോസ്പേം എന്ന് പറയും. ഓക്കെ, അപ്പൊ പെൻ എൻഡോസ്പേം ആയിട്ട് മാറുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? ഇവിടെ ഇരിക്കുന്ന സൈഗോട്ട് അല്ലേ? സൈഗോട്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ സൈഗോട്ട് ആരായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്തിട്ട് സൈഗോട്ടിന്റെ പ്ലോയിഡ് നമുക്കറിയാം 2N അല്ലേ? അപ്പൊ എംബ്രിയോയും 2N തന്നെ ആയിരിക്കും. എംബ്രിയോ എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ പ്ലാന്റ് ആണ്. അപ്പൊ സൈഗോട്ട് ആരായിട്ട് മാറും? എംബ്രിയോ ആയിട്ട് മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉണ്ടായ ഈ എൻഡോസ്പേം എന്ന് പറയുന്ന ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. ആ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിനെ പതുക്കെ കൺസ്യൂം ചെയ്തുകൊണ്ട് ഈ എംബ്രിയോ പതുക്കെ വളർന്ന് സൈഗോട്ട് വളർന്ന് ആരായിട്ട് മാറും? ഒരു എംബ്രിയോ ആയിട്ട് മാറുക ചെയ്തു. അപ്പോൾ ഒവ്യൂളിനുള്ളില് എൻഡോസ്പേമും എംബ്രിയോയും ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒവ്യൂൾ, ഈ മുഴുവൻ സ്ട്രക്ചറാണല്ലേ ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം, ആ ഒവ്യൂൾ ആരായിട്ട് മാറും? സീഡായിട്ട് മാറും. ഒവ്യൂള് മൊത്തത്തിൽ ആരായിട്ട് മാറും? സീഡായിട്ട് മാറും. സീഡ് ഉണ്ടായി കഴിയുമ്പോൾ ഈ ഓവറി, ഈ കാണുന്ന ഓവറി ആരായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഫ്രൂട്ടായിട്ട് മാറുക ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഗമീറ്റോജെനസിസും ഗമീറ്റിക് ട്രാൻസ്ഫറും ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ സെപ്പലിന്റെ പെറ്റലിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്തായിരുന്നു? പ്രൊട്ടക്ഷനും അട്രാക്ഷനുമായിരുന്നു. പ്രൊട്ടക്ഷനും അട്രാക്ഷനുമായിരുന്നു. അതായത് ഉള്ളിലുള്ള
റിപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുകയും പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്ട് ചെയ്യുകയൊക്കെയായിരുന്നു അവരുടെ ഫംഗ്ഷൻ. അപ്പൊ ആ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആവശ്യമില്ല, അവർ പതുക്കെ പതുക്കെ കൊഴിഞ്ഞ് താഴേക്ക് പോകും. സെപ്പലും പെറ്റലും ഒക്കെ കൊഴിഞ്ഞു പോകും അല്ലെ. അത് കഴിഞ്ഞ് പിന്നെ ആരാ നിൽക്കുന്നത്? ആൻഡീഷ്യത്തിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ സ്റ്റേമെൻസ് അല്ലേ. നമുക്കറിയാം പോളൻ ഗ്രെയിൻ ഉണ്ടായി, അതിനെ പോളിനേഷൻ വഴി അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റോളും കഴിഞ്ഞു, പിന്നെ അവരവിടെ നിന്നിട്ട് കാര്യമില്ല, അതും പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള സ്റ്റേമെൻസും എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോവുക ചെയ്യും. പിന്നെ ആര് മാത്രം അവിടെ അവശേഷിക്കുന്നത്? ഗൈനീഷ്യം അല്ലേ. ഗൈനീഷ്യത്തിന്റെ ഈ കാർപ്പലിന്റെ സ്റ്റിഗ്മയുടെ സ്റ്റൈലിന്റെ ഫംഗ്ഷൻ, സ്റ്റിഗ്മ എന്ന് പറയുന്ന പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാനുള്ള പാർട്ടാണ്. സ്റ്റൈൽ എന്ന് പറയുന്ന പോളൻ ട്യൂബിൽ വളർന്നു പോകാനുള്ള ഒരു റൂട്ടാണ്. അപ്പം പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്രൈ ആയി പോകും. പിന്നെ ഇവരുടെ ആവശ്യമില്ല, ഈ പോർഷനും പതുക്കെ പതുക്കെ ഡ്രൈ ഓഫ് ആയി പോവുക ചെയ്യും. പിന്നെ അവിടെ അവശേഷിക്കുന്ന ആരാണ്? ഈ ഓവറിയും ഒബ്യൂളും മാത്രമാണ്. അപ്പം ഫെർട്ടിലൈസേഷൻ നടന്ന് എംബ്രിയോ ഉണ്ടായി കഴിയുമ്പോൾ ഈ ഒബ്യൂൾ ആരായിട്ട് മാറുകയാണ്? സീഡായിട്ട് മാറുകയാണ്. ഈ ഓവറി ആരായിട്ട് മാറുകയാണ്? ഫ്രൂട്ടായിട്ട് മാറുകയാണ്. ഇപ്പം ഇതൊരു മാംഗോയുടെ ഫ്ലവർ ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാംഗോയുടെ ഓവറി ആരായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. അതേസമയം അതിനുള്ളിൽ ഇടുന്ന ഒബ്യൂൾ ആരായിട്ട് മാറും? സീഡായിട്ട് മാറും. അതാണ് ഇവിടെ നടക്കുക അല്ലെ. അപ്പൊ നമ്മള് 3 മെയിൻ സ്റ്റെപ്സ് കണ്ടു. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. ഇപ്പൊ ഒരു ഫ്ലവറിൽ എന്തൊക്കെയാണ് നമ്മൾ അല്ലെ? മെയിൽ ഗാമീറ്റോജെനസിസ് എങ്ങനെ നടന്നു നമ്മൾ കണ്ടു. ഫീമെയിൽ ഗാമീറ്റോജെനസിസ് എങ്ങനെ നടന്നു നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഗമേറ്റിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ് പോളിനേഷൻ നമ്മൾ കണ്ടു. ഫെർട്ടിലൈസേഷൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അത് വിളിക്കുന്നത്? അതിനകത്തെ ഓരോ ഫെർട്ടിലൈസേഷൻ ഏതൊക്കെയാണ്? സിംഗമിയാണ്, ട്രിപ്പിൾ ഫ്യൂഷൻ ആണ് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ 4 കാര്യങ്ങൾ നടക്കും നമ്മൾ കണ്ടു. ആരാണ്? പെൻ ന്യൂക്ലിയസ് എൻഡോസ്പേം ആയിട്ട് മാറും, സൈഗോട്ട് എന്ന് പറയുന്ന സെൽ എംബ്രിയോ ആയിട്ട് മാറും, അപ്പോൾ ഒബ്യൂൾ സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഫ്ലവറിന്റെ കഥ. ഈ ഒരു കഥ നമുക്ക് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്റർ തീരുകയാണ് ചെയ്യുന്നത്. നമ്മള് ഫ്ലവറിന്റെ സ്റ്റോറി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ആയിരുന്നു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇവിടെ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഓൾ ആൻജിയോസ്പേംസ് ഷോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. എല്ലാ ആൻജിയോസ്പേംസും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉള്ളവരാണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനും മജോറിറ്റി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവർക്കും ഏതായാലും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇനി ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആർ സീഡ് ആൻഡ് ഫ്രൂട്ട്. നേരത്തെ നമ്മൾ കണ്ടല്ലേ, ഫ്ലവറിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന 2 സാധനങ്ങളാണ്. ഫ്ലവർ ആരായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഫ്രൂട്ടിനുള്ളിൽ ആരുണ്ടാവും? സീഡ് ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു ആൻജിയോസ്പേംസിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വേണ്ടിയിട്ടുള്ള ഓർഗനാണ് ആര്? ഫ്ലവർ. ഇവിടെ പറയാം അല്ലെ, ഫ്ലവർ ഈസ് ദി ഓർഗൻ ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ബട്ട് ഫോർ മാൻ, മനുഷ്യരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു കൺസിഡറേഷൻ ആണോ കൊടുക്കുന്നതല്ല. പ്ലാന്റിനെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. പക്ഷെ മനുഷ്യര് മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്ലവർ നമ്മുടെ കൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ട്, സോഷ്യൽ, റിലീജിയസ് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പിന്നെ പല ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാപ്പിനെസ്, അതുപോലെ തന്നെ സോറോ, ഗ്രീഫ്, അങ്ങനെ എല്ലാ മൊമെന്റ്സിലും നമ്മൾ വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? ഫ്ലവർ എന്ന് പറയുന്നത്. പക്ഷേ ആൻജിയോസ്പേംസിനെ സംബന്ധിച്ച് ഫ്ലവർ എന്താണ്? ഇറ്റ് ഈസ് ദ ഓർഗൻ ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അടുത്തൊരു ടൈം നമ്മുടെ ടെക്സ്റ്റിൽ കാണുന്ന ഫ്ലോറിക്കൾച്ചർ ആണ് അല്ലെ. ഫ്ലോറിക്കൾച്ചർ, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഫ്ലോറിക്കൾച്ചർ മീൻസ് ഇറ്റ് ഈസ് ദി കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫ്ലവേഴ്സ്. പൂക്കൾക്ക് വേണ്ടിയിട്ട് ചെടികളെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. നമുക്കറിയാം ആന്തൂറിയം, റോസ്, ഓർക്കിഡ്സിനൊക്കെ ഉള്ള ഫ്ലവറിന് വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുന്നത്, അതിനാണ് എന്ത് പറയുക? ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടൈം നോക്കൂ, ഒരു പോയിന്റ് ഇരിക്കുന്നത്, ഫ്ലവേഴ്സ് ആർ എംബ്രിയോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ മാർവൽ ടു എ ബൊട്ടാണിസ്റ്റ്.
പൂക്കൾ എന്ന് പറയുന്നത് മനുഷ്യർ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സയന്റിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ബൊട്ടാണിസ്റ്റിന് ഫ്ലവർ എന്ന് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ടറി ഓർഗൻ എന്നതിലുപരി ഇറ്റ് ഈസ് എ മാർവൽ. എങ്ങനെയൊക്കെയാണ്? എംബ്രിയോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ മാർവലാണ്. ശരിക്കും ഭയങ്കര അതിശയങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു യൂണിറ്റ് ആണ്. മോർഫോളജിക്കൽ മാർവൽ എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഷൂട്ട്. ഒരു ചെറിയ ബ്രാഞ്ചാണ്, അതും അതിലെ ഇലകളുമാണ് മോഡിഫൈ ചെയ്ത് ആരായിട്ട് മാറിയിരിക്കുന്നത്? ഫ്ലവർ ആയിട്ട് മാറിയിരിക്കുന്നത്. മോർഫോളജിയിൽ കണ്ടതാണ്. അതുകൊണ്ടാണ് അതിനെ മോർഫോളജിക്കൽ മാർവൽ എന്ന് പറയുന്നത്. ഇനി എംബ്രിയോളജിക്കൽ എന്ന് പറയാൻ കാരണം നമ്മളിപ്പം കണ്ടു, എന്താണ്, ഓവറിക്കുള്ളില് ഒബ്യൂളിനുള്ളില് സൈക്കോട്ട് ഫോർമേഷനും എംബ്രിയോ ഫോർമേഷനും എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. Flowers are embryological and morphological marvel to a botanist. Then, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? There are how many main steps? 3 എന്ന് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്, ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്. നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാണ്, ജനറലൈസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് ആദ്യം ആരെ കാണണം? ഫസ്റ്റ് മെയിൻ സ്റ്റെപ്പ് ആരാണ്? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ് അല്ലെ? പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവന്റിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്? 2 സബ് സ്റ്റേജുകൾ ഏതൊക്കെയായിരുന്നു? ഗമീറ്റോജെനിസിസ് ആൻഡ് ഗമീറ്റിക് ട്രാൻസ്ഫർ. ഇവിടെ ഒരു പോയിന്റ് പറയുന്നത് നോക്കൂ. ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് മേക്ക് എ ഫ്ലവർ. നമുക്കറിയാം, ഒരു ചെടിയിൽ ഫ്ലവർ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകത്തില്ല. നോഡിൽ നിന്ന് മാത്രമേ ഫ്ലവർ ഉണ്ടാകുള്ളൂ. ഇതൊരു നോഡാണെങ്കിൽ ഇവിടെ ഒരു ലീഫ് ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഒരു ഫ്ലവർ ഉണ്ടാകുക. ഇവിടെയുള്ളതാണ് ഒരു ആക്സിലറി ബഡാണ്. ഒരു ബഡ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് ആരായിട്ട് മാറുക? ഒരു ഫ്ലവർ ആയിട്ട് മാറുന്നത് അല്ലെ? ടെർമിനൽ ബഡ് ആണെങ്കിൽ ആ ബഡാണ് ആരായിട്ട് മാറുന്നത്? ഫ്ലവർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഒരു ബഡ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് ആരായിട്ട് മാറുക? ഫ്ലവർ ആയിട്ട് മാറുന്നത്. എന്ന് പറയുന്നത് എങ്ങനെയാ മാറുന്നത്? ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് മേക്ക് എ ഫ്ലവർ. അപ്പം വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും പ്ലാന്റിനകത്ത് ഹോർമോൺസ് ഉണ്ടാവും. റീപ്രൊഡക്ടറി ഹോർമോൺസ് അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനെ സഹായിക്കുന്ന ഹോർമോൺസ് ഉണ്ടായി കഴിയുമ്പോൾ അവരാണ് ആരെ ഫ്ലവർ ആക്കി മാറ്റുന്നത്? ഈ ബഡിനെ അല്ലെങ്കിൽ ഈ ബ്രാഞ്ചിനെ ഫ്ലവർ ആക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് on achieving sexual maturity, hormonal and structural changes make a branch into a flower എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത് പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് എ ഫ്ലവർ ആണ്. നമ്മൾ ക്രമത്തിൽ അങ്ങ് വരികയാണ് ചാപ്റ്റർ. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു ഫ്ലവറിന്റെ 4 ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? അതൊക്കെയാണ് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. വീണ്ടും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഇനി പ്രീ ഫെർട്ടിലൈസേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? 2 സബ് സ്റ്റേജിൽ ആദ്യത്തെ ഏതാണ്? ഗമീറ്റോജെനസിസ്. എന്താണ് നമ്മൾ കണ്ടു? ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിന്റെ ഫോർമേഷനാണ് ഗമീറ്റോജെനസിസ്. നമ്മൾ ആദ്യമേ നോർമലി കാണുന്ന ഏതാണ്? മെയിൽ ഗാമിറ്റോജെനസിസ് അല്ലേ? അപ്പോൾ മെയിൽ ഗാമിറ്റോജെനസിസ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റിലൊരു നമുക്കൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. ഇച്ചിരി ലെങ്ത് ഉള്ളൊരു ഹെഡിങ് ആണ്. സ്റ്റേമൻ, മൈക്രോസ്പൊറാഞ്ചിയം ഓർ ആന്തർ, മൈക്രോസ്പോർ, പോളൻ ഗ്രെയിൻ ഓർ മെയിൽ ഗാമിറ്റോഫൈറ്റ്. അപ്പൊ നമ്മള് മെയിൽ ഗാമിറ്റോജെനസിന്റെ ഭാഗമായിട്ട് ആദ്യമേ സ്റ്റേമന്റെ സ്ട്രക്ചർ പഠിക്കണം. പിന്നെ മൈക്രോസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ആന്തറിന്റെ സ്ട്രക്ചർ പഠിക്കണം. പിന്നെ അതിനുള്ളിലുണ്ടാകുന്ന മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ പഠിക്കണം. അതിനുശേഷം ആ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റിന്റെ സ്ട്രക്ചറും പഠിക്കണം. അത്രയും കഴിയുമ്പോൾ നമ്മൾ മെയിൽ ഗാമിറ്റോജെനസിസ് കഴിയും. അപ്പൊ നമുക്ക് അതിനകത്ത് ഫസ്റ്റ് വൺ നോക്കാം. സ്റ്റേമൻ അല്ലെ? നമ്മൾ ഇതായിരിക്കുന്ന ആ ഹെഡിങ് ഒന്ന് സ്റ്റേമൻ ഓർ മൈക്രോസ്പോറോഫിൽ എന്ന് പറയാം. സ്റ്റേമന്റെ മറ്റൊരു പേരാണ് മൈക്രോസ്പോറോഫിൽ. മൈക്രോസ്പൊറാഞ്ചിയത്തിനെ ക്യാരി ചെയ്യുന്ന ഫിൽ മോഡിഫൈഡ് ലീഫ് ആയതുകൊണ്ടാണ് അതിനെ മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കുന്നത്. സ്റ്റേമൻ അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിൽ. ഒരു സ്റ്റേമന്റെ സ്ട്രക്ചർ നമ്മൾ ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ എല്ലാ സ്റ്റേമൻ അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിലിനും 2 ഭാഗങ്ങളാണുള്ളത്. അതിന്റെ ആ സ്റ്റോക്കിന് പറയുന്ന പേരാണത് ഫിലമെന്റ് എന്ന് പറയുന്നത്. ഫിലമെന്റ് നമ്മളൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ടെർമിനൽ ഫർട്ടൈൽ പോർഷന്റെ പേരാണ് ആന്തർ എന്ന് പറയുന്നത്. ആന്തർ എന്ന് പറയുന്നത്
ഫെർട്ടൈൽ പോർഷന്റെ പേരാണ് ആന്തർ എന്ന് പറയുന്നത്. ഇനി ആന്തറിനെ പറ്റി നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു നോക്കിയേ. ആന്തർ ഈസ് ബൈലോബ്ഡ്, ഈസ് ടെട്രാഗോണൽ, ഡൈത്തീക്കസ് വിത്ത് 4 മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ആന്തറിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മളതാണ് മുമ്പേ കണ്ടത്. ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. പ്രാക്ടിക്കലിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഈ ആന്തറിന് ശരിക്കും 2 ലോബുകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്, 2 ലോബുകളായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈലോബ്ഡ് എന്ന് പറയുന്നത്. ഇനി ഓരോ ലോബും, ഇതൊരു ലോബാണ്, ദിസ് ഇസ് ലോബ് 1 ആൻഡ് ദിസ് ഇസ് ലോബ് 2. ഈ ലോബിനകത്ത് 2 തീക്കാനുണ്ട്, അല്ലെങ്കിൽ 2 ക്യാവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ആ ലോബിനെ, ഓരോ ലോബിനെയാണ് ഡൈത്തീക്കസ് എന്ന് പറയുന്നത്. ഇവിടെയുണ്ട് 2 തീക്ക അല്ലെങ്കിൽ 2 ക്യാവിറ്റി. ഇതിനകത്താണ് നമ്മൾ സ്പോറോജിനസ് ടിഷ്യൂ ഒക്കെ നേരത്തെ കണ്ടത് അല്ലേ. അപ്പം ഈച്ച് ആന്തർ ഈസ് ബൈലോബ്ഡ് ആൻഡ് ഈച്ച് ലോബ് ഈസ് ഡൈത്തീക്കസ്. അങ്ങനെ ബൈലോബിന് 2 തീക്ക വെച്ച് വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ടെട്രാഗോണൽ സ്ട്രക്ചർ ഒക്കെ വരുന്നത്. ടോട്ടൽ ആന്തർ ഈസ് എ ടെട്രാഗോണൽ സ്ട്രക്ചർ വിത്ത് 4 മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയും. നമ്മൾ ഈ ആന്തറിനെ മൊത്തത്തിൽ മൈക്രോസ്പൊറാഞ്ചിയം എന്നാണ് പറയുന്നത്, എങ്കിലും അതിനകത്ത് 4 യൂണിറ്റുകളായിട്ട് കാണുന്നുണ്ട്. അവരെ നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം തന്നെയാണ് വിളിക്കുക. ഇനി നമ്മൾ ഈ ടെട്രാഗോണൽ സ്ട്രക്ചറിന്റെ ഒരു പിക്ചർ നമുക്കിവിടെ കാണാനുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന ഒരു ആന്തറിന്റെ ഒരു 3D പിക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള അതിന്റെ പാർട്ടും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെ ഇരിക്കുന്ന ആന്തറിൽ 2 ലോബുകളായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഓരോ ലോബിലും 2 തീക്ക വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആന്തർ മച്ചുറായി ഡിഹൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് പോളൻ സാക്കുകളാണ്. ഇതിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുക. പോളൻ ഗ്രെയിൻസ് പൊട്ടിക്കഴിയുമ്പോഴത്തേനും പുറത്തേക്ക് റിലീസ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് സ്റ്റേമന്റെ അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിലിന്റെ സ്ട്രക്ചറോട് പഠിച്ചു കഴിഞ്ഞു. മെയിൽ ഗാമറ്റോജെനസിസിൽ ഇനി എന്തൊക്കെയാ കാണുന്നത്? സ്റ്റേമൻ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇനി സ്റ്റേമന്റെ ടോട്ടൽ സ്ട്രക്ചർ കണ്ടു. ഇനി സ്റ്റേമന്റെ അഗ്രഭാഗത്തിരിക്കുന്ന മൈക്രോസ്പൊറാഞ്ചിയ അല്ലെങ്കിൽ ആന്തറിന്റെ സ്ട്രക്ചർ കാണണം. ഈ ക്രോസ് സെക്ഷന്റെ ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനുള്ളിലുണ്ടാകുന്ന മൈക്രോസ്പോറിന്റെ സ്ട്രക്ചർ, അത് ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ എന്ത് തീരും? മെയിൽ ഗാമറ്റോജെനിസിസ് കഴിയും. ടെക്സ്റ്റിലൊരു ഫ്ലവറിന്റെ പിക്ചർ നമുക്ക് നോക്കാം. ഓവറി, സെപ്പൽ, സ്റ്റേമന്റെ ഫിലമെന്റ്, പെറ്റല്, സ്റ്റേമന്റെ ആന്തർ, ഗൈനീഷ്യത്തിന്റെ കാർപ്പലിന്റെ സ്റ്റിഗ്മ, അതിന്റെ സ്റ്റൈൽ എന്നീ പാർട്ടുകളൊക്കെ ഇവിടെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ആദ്യം നമ്മൾ കണ്ട സ്റ്റേമന്റെ സ്ട്രക്ചറാണ് അല്ലേ. സ്റ്റേമന്റെ സ്ട്രക്ചർ നോക്കൂ. അതിന്റെ ഈ ലോങ് സ്റ്റോക്കിന് പറയുന്ന പേരെന്താണ്? ഫിലമെന്റ് എന്ന് പറയുന്നു. മുകളിൽ കാണുന്ന ഫെർട്ടൈൽ പാർട്ടിന്റെ പേരാണ് ആന്തർ എന്ന് പറയുന്നത്. ടെട്രാഗോണൽ, ബൈലോബ്ഡ് ആയിട്ടുള്ള ടെട്രാഗോണൽ ആന്തറാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. ലൈൻസ് ഓഫ് ഡെഹിസെൻസ് എന്ന് പറഞ്ഞാൽ ആന്തർ മച്ചുറായി കഴിയുമ്പോൾ പൊട്ടുന്ന ആ ലൈനാണ്. ലൈൻ ഓഫ് ഡെഹിസെൻസ് എന്നിങ്ങനെ ലോഞ്ചിറ്റ്യൂഡിലായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നവരാണ് പോളൻ ഗ്രെയിൻസ് ആണ്. പോളൻ ഗ്രെയിൻസ് അടങ്ങിയിരിക്കുന്ന ഓരോ ക്യാവിറ്റി, 4 ക്യാവിറ്റി ഉണ്ട്. ഓരോ ക്യാവിറ്റി അല്ലെങ്കിൽ ആ ക്യാവിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് പോളൻ സാക്ക് എന്ന് പറയുന്നത്. പോളൻ സാക്ക്. അപ്പൊ ഇതാണ് ഒരു സ്റ്റേമന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കും.